രേണുക ടീച്ചർ നോട്ട്സ് ചാനലിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനം, ഓഗസ്റ്റ് 9 നാഗസാക്കി ദിനം, മനുഷ്യൻ മനുഷ്യനോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയുടെ ഓർമ്മ ദിനം, യുദ്ധത്തിൻ്റെ ദുരിതങ്ങൾ മനസ്സിലാക്കുവാനും യുദ്ധത്തിനെതിരെ പ്രവർത്തിക്കുവാനുള്ള പ്രവണത വിദ്യാർത്ഥികൾ സൃഷ്ടിക്കാനാണ് ഹിരോഷിമ ദിനവും നാഗസാക്കി ദിനവും ആചരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഏത് രാജ്യമാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ചത്? ഉത്തരം അമേരിക്ക. രണ്ടാമത്തെ ചോദ്യം, ഹിരോഷിമ നാഗസാക്കി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജപ്പാൻ. ജപ്പാനിലാണ് ഈ രണ്ട് സ്ഥലങ്ങളും കാണുന്നത്. ഏത് വർഷമാണ് ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചത്? 1945 ഓഗസ്റ്റ് 6-നാണ് ഹിരോഷിമയിൽ ലോകത്തെ നടുക്കിയ ബോംബ് സ്ഫോടനം ഉണ്ടായത്. ഹിരോഷിമയിൽ വർഷിച്ച ആറ്റം ബോംബിൽ അടങ്ങിയത് യുറേനിയമാണ്. യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആരാണ്? ലിയോ ടോൾസ്റ്റോയി. ലിയോ ടോൾസ്റ്റോയിയാണ് ഈ ഒരു പുസ്തകം രചിച്ചത്. ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച സമയം രാവിലെ 8:15. ഹിരോഷിമയിലെ ബോംബ് അതിൻ്റെ അണുപ്രസരണം ഏറ്റു രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട വ്യക്തി. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് ബോസ്കർ. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആര്? ഹാരി ട്രൂമാൻ. ഹാരി ട്രൂമാൻ ആയിരുന്നു ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നത്. നാഗസാക്കിയിൽ വർഷിച്ച ബോംബിൻ്റെ പേരെന്ത്? ഫാറ്റ്മാൻ അഥവാ പ്ലൂട്ടോണിയം ബോംബ്. ഫാറ്റ്മാൻ എന്ന ബോംബായിരുന്നു. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വർഷം 1945 ഓഗസ്റ്റ് 9. ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഹിരോഷിമ. ഹിരോഷിമ നഗരം ഇന്നറിയപ്പെടുന്ന പേരെന്ത്? പീസ് സിറ്റി, സമാധാന നഗരം എന്ന പേരിലാണ് ഹിരോഷിമ നഗരം ഇപ്പോൾ അറിയപ്പെടുന്നത്. ഹിരോഷിമ നഗരം കണ്ടുപിടിച്ചതാര്? മോറിസ് ടെറ്റോമോട്ടോ. മോറിസ് ടെറ്റോമോട്ടോയാണ് ഹിരോഷിമ നഗരം കണ്ടുപിടിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കെടുതികൾ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി 1947 പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആരായിരുന്നു ആ പെൺകുട്ടി? ആൻ ഫ്രാങ്ക്. മനുഷ്യൻ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും ശക്തവും സ്ഫോടനാത്മകവുമായ ആയുധമേത്? ഹൈഡ്രജൻ ബോംബ്. ഹൈഡ്രജൻ ബോംബാണ് ഏറ്റവും ശക്തമായത്. ഹിരോഷിമ എന്ന ജപ്പാനീസ് വാക്കിൻ്റെ അർത്ഥമെന്ത്? വിശാലമായ ദ്വീപ്. വിശാലമായ ദ്വീപ് എന്നതിൽ നിന്നാണ് ഹിരോഷിമ എന്ന വാക്ക് വന്നിരിക്കുന്നത്. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച രാജ്യം ഏത്? അമേരിക്ക. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ്. രണ്ടും മാറിപ്പോകരുത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും രണ്ടും രണ്ട് പേരാണ്, ഓർത്തു വയ്ക്കണം കുട്ടികൾ. ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഏത്? ഒലിയാണ്ടർ പുഷ്പമാണ്. ഹിരോഷിമയിലെ അണുബോംബിന് ശേഷം ആദ്യമായിട്ട് ആ സ്ഥലത്ത് വിരിഞ്ഞ പുഷ്പം. 1000 കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആര്? പ്രൊഫസർ എ ശിവദാസാണ്. പ്രൊഫസർ എ ശിവദാസാണ് ഈ ഒരു കൃതി എഴുതിയത്. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാനാണ്. ജപ്പാനാണ് ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏത്? ഐക്യരാഷ്ട്ര സംഘടന അഥവാ UNO. ഐക്യരാഷ്ട്ര സംഘടനയാണ് ലോക സമാധാനത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടന. സഡാക്കോ സസാക്കി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത്? 645 കൊക്കുകളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സഡാക്കോ സസാക്കി ഉണ്ടാക്കി. എന്നാൽ അവസാനം മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു അവൾക്ക്. അതുപോലെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ ഉറപ്പായും ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ ഉൾപ്പെടുന്നതായിരിക്കും. അതുപോലെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.